സർദാജിയുടെ ഗ്യാസ് ലീക്കാണ്. സർദാജിയുടെ ഷോപ്പ് നമ്മുടെ ഗ്യാസ് ലീക്കാണല്ലേ അല്ലേ? അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. മുത്തച്ഛൻ ഇതൊക്കെ ബഡാ ചാച്ചായി. ഞാൻ മേടിച്ചിട്ട് വെള്ളമൊക്കെ മേടിച്ച് കുടിക്കട്ടെ. നമ്മുടെ ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഇരുട്ടാകുമ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇട്ടാൻ ഭയങ്കരമായിട്ട് താമസിക്കും. ഈ KFC എന്നിട്ട് പോയിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല കേട്ടോ. എന്തായാലും അരിയാഹാരം കഴിക്കണ്ടേ? റൊട്ടിയെങ്കിലും കുറച്ചത് കഴിക്കണം, അല്ല ഉറങ്ങാൻ പറ്റും. എടാ നാളെ പോകാൻ പറ്റുമോ? എൻ്റെ പിന്നെ 40,000 രൂപ വെള്ളത്തിൽ പോയിട്ട് ആക്സസറീസ് മാത്രം വെറുതെ ആയിപ്പോയി മേടിച്ചു. അത് കുഴപ്പമില്ല, അയാൾക്ക് ലാഭമൊന്നും കിട്ടി, ലാഭമെല്ലാം പോയി. നമ്മളെ പറ്റിക്കാൻ നോക്കി. അത് അങ്ങനെയല്ല, ചട്ടനെ പൊട്ടൻ ചായച്ച പൊട്ടനെ എല്ലാം ദൈവത്തിന് സമർപ്പിക്കും. ദൈവം തക്കതായ ശിക്ഷ കൊടുത്തു. സർദാർജി പ്രത്യേകം പറഞ്ഞു, അവിടെ കിടക്കുന്ന വണ്ടിയില്ല, ആ വണ്ടി മറ്റേ ഇലക്ട്രീഷനെ പണിയെങ്കിൽ വണ്ടി വിടണ്ട, ഈ പുള്ളി പണിയെങ്കിൽ മാത്രം വിട്ടാൽ മതി. ഇയാൾക്ക് എല്ലാം അറിയാടാ. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇവിടെ വണ്ടി എടുക്കാൻ വേണ്ടി വരുന്ന ആഗ്രഹമുള്ളവര് ഇതെല്ലാം നോക്കി വെക്കുക. ഞങ്ങൾ കിട്ടി പഠിച്ചവരെ കിട്ടി അങ്ങനെ നല്ല ആൾക്കാർ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഞങ്ങളുടെ വീഡിയോ കാണുക. ചില സമയത്ത് ഞങ്ങളെ വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് പല രാജ്യത്തൊക്കെ ആയിരിക്കും വിളിക്കാൻ. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് റിപ്ലൈ തരും അല്ലേ? പുള്ളി ഓരോന്നോരോന്നായിട്ട് ചെയ്യട്ടെ കേട്ടോ. എന്തായാലും മറ്റേ പയ്യന്മാർ നമ്മളെ നമ്പർ 1 ആയിട്ട് ഊമ്പിച്ചാ കേട്ടോ. കണ്ടോ, അയാൾ ചെയ്യുന്നു, ആ പയ്യന്മാർ ചെയ്ത് നമ്മൾ ആനയുടെ വ്യത്യാസം കണ്ടില്ലേ? കണ്ടോ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഇപ്പം മനസ്സിലായില്ലേ? മറ്റന്മാർ പറഞ്ഞത് മൊത്തം ഊരണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം. ഞാൻ ഇങ്ങനെ പറഞ്ഞവനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു. ആണോ ഗൈസ്? കണ്ടോ പുള്ളി എങ്ങനെ എത്ര വൃത്തിക്കാ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പോയത് പോയി. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഗൈസ് ആ സൈഡും അങ്ങനെ